ചക്കക്കാലമായ ചക്ക വിട്ടൊരു കളിയില്ലാട്ടോ. ഇന്ന് നമുക്ക് ചക്ക വെച്ചൊരു അടിപൊളി പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പൊ മൂത്ത് വിളഞ്ഞ ചക്കയായിരിക്കണം എടുക്കേണ്ട. കുറച്ച് പുളിച്ച ചക്കയായാലും ഒരു കുഴപ്പമില്ല. അപ്പൊ അതിന്റെ കുരു മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ, അതിന്റെ പാട കളഞ്ഞിട്ടില്ല. പാടം കൂടെ കൂട്ടി അരിഞ്ഞെടുക്കാട്ടോ. ഈ പാടയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ വിഷമൊന്നും ഇല്ലാത്ത ഈ സംഭവങ്ങൾ നമ്മൾ വെറുതെ എന്തിനാന്നേ കളയുന്നേ. അപ്പൊ നന്നായിട്ട് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിയിലേക്കാക്കി അതിലേക്ക് കല്ലുപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ചേർക്കേണ്ടത്. എന്റെ അടുത്ത് പഴുത്തമുളകാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ പഴുത്തമുളക് ചേർത്തു കേട്ടോ. കുറച്ച് കളർഫുള്ളും ആയിട്ട് ഇരിക്കട്ടെ. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കരയോ പിന്നെ കരിപ്പട്ടി ആയാൽ ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് ചക്ക വേകുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ 2 പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ 2 പിടി തേങ്ങയിലേക്ക് ഒരു 2 ടീസ്പൂണോളം നല്ല ജീരകം എടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചക്കയും ശർക്കരയൊക്കെ ഒരു പാകമായിട്ടുണ്ടാവും. വെന്തിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ഒരു പടുപടാന്ന് വെന്ത് വരണം കേട്ടോ. അതാണ് അതിന്റെ പാകം. ഞാൻ ഒന്നും കൂടി അത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കണേ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചക്കയും ശർക്കരയും എല്ലാം കൂടി നല്ലൊരു പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ നന്നായിട്ട് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കൊഴുകൊഴാന്നായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നൊരു കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെക്കണേ. അടച്ചു വെച്ചതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അവിടെ അടച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് കടുക് വറക്കാനുള്ള പരിപാടിയാണ്. അപ്പം നല്ല വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും നമ്മുടെ പത്തലമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടോ. നല്ല സൂപ്പർ പുളിശ്ശേരിയാണ്. വെക്കാത്ത കൂട്ടുകാർ ഒരു പ്രാവശ്യമെങ്കിലും ഇന്ന് വെച്ച് നോക്കണം. ചടങ്ങുകൾ തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചൊരു 3 പ്രാവശ്യം കോരി ഒഴിക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചു. കടുക് വറുത്തതിലൊക്കെ അതൊരു 4 പ്രാവശ്യം ആയിട്ടുണ്ട്. കുഴപ്പമില്ല അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കേ നല്ല കളർഫുള്ളായിട്ട് നല്ല പുളിശ്ശേരി, ചക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുന്ന സൗന്ദര്യം മാത്രമല്ല കേട്ടോ, കൂട്ടാനും അടിപൊളി ടേസ്റ്റാണ്. നല്ല സൂപ്പർ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചക്ക പുളിശ്ശേരി ഇഷ്ടപ്പെടും. ചക്ക ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടില്ലാത്തവര് ഉറപ്പായിട്ടും ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കണേ. നല്ല കൊഴുകൊഴാന്നുള്ള നല്ല ചക്ക പുളിശ്ശേരി ഒന്ന് വെച്ച് നോക്കണം. ഈ റെസിപ്പിയിൽ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. മധുരത്തിനും മധുരവും പുളിക്ക് പുളിയും എരിവിന് എരിവുമുള്ള നല്ല സൂപ്പർ ഒരു പുളിശ്ശേരിയാണ്. വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വെച്ച് നോക്കണം. അപ്പൊ ഇതാ നല്ല അടിപൊളി ചക്ക പുളി